പ്രിയമുള്ളവരെ നമസ്കാരം. ഇന്ന് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്ന വോയിസ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ഷൻ കിങ്, മലയാളത്തിന്റെ സൂപ്പർ സ്റ്റാർ, നമ്മുടെ കേന്ദ്രമന്ത്രിയും കൂടിയായിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി, അദ്ദേഹത്തിന്റെ വോയിസ് ആണ്. നമുക്കറിയാം മലയാളത്തിന്റെ എന്താ പറയുന്ന ഒരു ചടുലമായ ഡയലോഗ് ഡെലിവറിയും ആക്ഷനും എല്ലാം കൊണ്ട് നമ്മളെ കോരിത്തരിപ്പിച്ചിട്ടുള്ള ഒരു മഹാനടനാണ് ശ്രീ സുരേഷ് ഗോപി. അദ്ദേഹത്തിന്റെ സിനിമയിലുള്ള ഒരു ഡയലോഗുകൾ പറയുന്ന ശൈലിയല്ല ഒരു ഇന്റർവ്യൂവിലോ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ഉള്ള ശൈലി. അപ്പൊ നമ്മൾ ഇന്ന് പരീക്ഷിക്കുന്നത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിൽ സംസാരിക്കുമ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ വ്യത്യസ്തങ്ങളായ ശൈലിയാണ് നമ്മൾ ഇന്ന് പരീക്ഷിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ വോയിസ് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് നോക്കാം. അത് തീർച്ചയായിട്ടും ഇങ്ങനെയായിരിക്കും. വിളിക്കുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ള ഒരു ധനസമ്പാദന എനിക്കില്ല. കഴിഞ്ഞ 5 കൊല്ലമായിട്ട് സിനിമ ചെയ്യാതിരുന്ന ആളാണ്. എനിക്ക് ഉള്ളതിൽ നിന്ന് കൊടുക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ് സത്യം. ഇത് പറയുന്നതിൽ എനിക്കൊരു മാനക്കേടില്ല. ദൈവം അനുവദിച്ച് ഇപ്പൊ എനിക്ക് നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. അതിൽ നിന്നൊരു വിഹിതം ഞാൻ വെക്കാറുണ്ട്. അങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ശൈലി. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കും അദ്ദേഹം മാധ്യമങ്ങളോട് റിയാക്ട് ചെയ്യുന്ന രീതി. അത് ഇങ്ങനെയായിരിക്കും തോന്നുന്നു. ഞാൻ പറഞ്ഞോ നിങ്ങളോട് ആ ചോദ്യം ചോദിക്കാം? നിങ്ങൾ എവിടെയോ വെച്ച് ടൈപ്പ് ചെയ്ത് കൊണ്ടുവന്ന് എനിക്ക് നേരെ ആ ചോദ്യങ്ങൾ ചോദിച്ച് അതിനൊന്നും എൻ്റെ കയ്യിൽ മറുപടിയില്ല. എൻ്റെ കയ്യിലുള്ള മറുപടിക്കുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. അതല്ലേ മാധ്യമധർമ്മം? അതാണ് മാധ്യമധർമ്മം. നിങ്ങളേത് ചാനൽ? നിങ്ങളുടെ ചോദ്യം അവിടെ വെച്ചാണ്, എന്നോട് വേണ്ട. അപ്പൊ അത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം ഒരിക്കൽ കൂടി പ്രതീക്ഷിച്ചുകൊണ്ട് നല്ല നല്ല കമന്റുകൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നു. ഒരുപാട് സന്തോഷം. നന്ദി. താങ്ക് യു.